ബിസിനസ് തുടങ്ങാനുള്ള ഐഡിയ ഉണ്ടോ? എങ്കിൽ ₹1 പോലും സ്പെൻഡ് ചെയ്യണതിന് മുന്നേ ഞാൻ പറയുന്ന ഈ ഒരു 5 കോസ്റ്റ് റഫായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. അതായത് നിങ്ങൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ് ഫിക്സഡ് മന്ത്ലി കോസ്റ്റ്. അതായത് നിങ്ങളുടെ സെയിൽസ് കുറവാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പേ ചെയ്യേണ്ട ഒരു എമൗണ്ട്. അതായത് നിങ്ങളുടെ റെന്റ് ഒരു 15,000 ഉണ്ടെന്ന് വിചാരിക്കുക, ഇലക്ട്രിസിറ്റി ചാർജ് ഒരു 20,000, സോഫ്റ്റ്വെയർ സബ്സ്ക്രിപ്ഷൻ ഒരു 4,000, ഇന്റർനെറ്റ് അഗെയിൻ ഒരു 1,000. അപ്പൊ ഈ ഒരു എക്സ്പെൻസിന്റെ എല്ലാം ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 40,000 പെർ മന്ത് നിങ്ങൾക്ക് ഫിക്സഡ് മന്ത്ലി കോസ്റ്റ് ആയിട്ട് വരും. അപ്പോ ഈ പെർ മന്ത് കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു 6 മന്ത്സിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തൂടെ. ഈ 40,000 into 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2,40,000. അപ്പൊ ഈ ഒരു 2,40,000 എന്നുള്ളത് നിങ്ങളുടെ ബിസിനസ് ഒരു 6 മാസം സർവൈവ് ചെയ്യാനുള്ള ഒരു ക്യാഷ് ആണ്. ഈ ഒരു പൈസ നിങ്ങൾക്ക് വേണം. അതായത് നിങ്ങളുടെ സെയിൽസ് കുറവായാൽ പോലും നിങ്ങളുടെ ബിസിനസ് സർവൈവ് ചെയ്യാനായിട്ട് അറ്റ്ലീസ്റ്റ് വേണ്ടി വരുന്ന ഒരു എമൗണ്ട് ആണിത്. നെക്സ്റ്റ് സെറ്റ് ചെയ്യുന്നത് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ആണ്. അതായത് നിങ്ങളുടെ ഒരു എക്സ്പെക്ടഡ് മന്ത്ലി റവന്യൂ എടുക്കുക, അതിന്റെ ഒരു 10 to 20% വരെ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. അതായത് നിങ്ങളുടെ ഒരു മന്ത്ലി റവന്യൂ ഒരു 3 lakh ഉണ്ടെങ്കിൽ അതിന്റെ ഒരു 10 to 20% എന്ന് പറഞ്ഞാൽ ഒരു 30,000 to 60,000 വരെ നിങ്ങൾക്ക് മാർക്കറ്റിംഗിനായിട്ട് നീക്കി വെക്കാം. ഇതൊരു യൂണിവേഴ്സൽ ഫോർമുല എന്നല്ല, ഒരു സിമ്പിൾ ഒരു ബഡ്ജറ്റിംഗ് ഗൈഡ് ലൈൻ അല്ലെങ്കിൽ ഒരു തമ്പ് റൂൾ പോലെ ചെയ്യാവുന്ന ഒരു ഫോർമുലയാണ്. ബിക്കോസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അതൊരു എക്സ്ട്രാ എക്സ്പെൻസ് അല്ല. ആക്ച്വലി ഇത് ഡിസൈഡ് ചെയ്യുന്ന നിങ്ങളുടെ ബിസിനസ് ടൈപ്പ്, നിങ്ങളുടെ ഇൻഡസ്ട്രി ടൈപ്പ്, അതുപോലെ നിങ്ങളുടെ കസ്റ്റമർ അക്വിസിഷൻ സ്ട്രാറ്റജി എങ്ങനെയാണ്, നിങ്ങളുടെ ബിസിനസ് ഇപ്പൊ ഏത് സ്റ്റേജിലാണ് എന്നൊക്കെ നോക്കിയിട്ടാണ്. സ്പെഷ്യലി ഇത് ലോഞ്ച് സ്റ്റേജ് അല്ലെങ്കിൽ ഗ്രോത്ത് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് 10 to 20% ഓക്കെ. അതായത് ഒരു 30,000 60,000 അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ ആക്ച്വലി ഇറ്റ്സ് ദ കോസ്റ്റ് ഓഫ് ഗെറ്റിംഗ് അറ്റൻഷൻ, ലീഡ്സ്, കസ്റ്റമേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് പ്രൊഡക്റ്റ് ഓർ സർവീസ് കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതായത് നിങ്ങളൊരു കാൻഡിൽ മാനുഫാക്ചറിംഗ്